പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹൈന്ദവ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷം പേരും സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുന്നവരാണ്. എന്നാൽ നിലവിളക്ക് തെളിയിച്ച് കഴിഞ്ഞ ഉടൻ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പേർക്കും അത് അറിയുകയില്ല. അങ്ങനെ തെറ്റായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയും വീടിനകത്തും തനിക്ക് തന്നെയും അമംഗളകരമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ വന്നു കൂടുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഉടൻ ചെയ്യാൻ പാടില്ലാത്ത ഈ 7 കാര്യങ്ങളെ നിങ്ങൾ ഓർത്ത് വച്ചിരിക്കണം. ഒരിക്കലും അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. കാര്യം നമ്മൾ ഭവനത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നത് ഭഗവതി കടാക്ഷം, ശ്രീദേവി കടാക്ഷം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കാനാണ്. എന്നാൽ ഈശ്വര സാന്നിധ്യം കുറഞ്ഞു വരുന്നതിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്തു പോയാൽ അതുകൊണ്ട് ഗുണം വല്ലതുമുണ്ടോ? നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങളിൽ പ്രഥമമായിട്ടുള്ളത് നമ്മൾ അടിച്ചു വാരരുത് എന്നുള്ളതാണ്. നമ്മളൊരു നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടാണ് നിലവിളക്ക് തെളിയിക്കാറുള്ളത്, അല്ലേ? അങ്ങനെയാണല്ലോ. പക്ഷേ ചിലരാട്ടെ കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ബാക്കി നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞിട്ട് വൃത്തിയാക്കാം എന്നുള്ള രീതിയിൽ ഇടും. എന്നിട്ടോ നിലവിളക്ക് തെളിയിച്ച് ഒന്ന് കൈകൂപ്പി തൊഴുക, പിന്നെ ചെന്നിട്ട് ബാക്കി ക്ലീനിങ് പരിപാടികൾ അങ്ങോട്ട് തുടങ്ങും. ക്ലീൻ ചെയ്യുന്നത് വീടിനകവും പുറമൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ വിളക്ക് തെളിയിച്ചാൽ ഉടൻ അത് പാടില്ല എന്നാണ്. പണ്ടത്തെ ഗൃഹങ്ങളിൽ ഇതെല്ലാം വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പായിരിക്കും. വിളക്ക് തെളിയിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ചൂലുപയോഗിച്ച് ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് ചെറിയ തോതിൽ ക്ലീൻ ചെയ്ത് തന്നെയാണ് പലരും അടുക്കളയും ചുറ്റുപാടുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അത് തെറ്റായിട്ട് പറയുന്നൊന്നുമില്ല. പക്ഷെ വിളക്ക് തെളിയിച്ച് ആ വിളക്ക് ഒന്ന് കെടുത്തിയതിന് ശേഷം കുറച്ച് നേരം അത് തെളിയിച്ച് വെച്ചിട്ട് നമ്മൾ കെടുത്തുമല്ലോ, അതിന് ശേഷം നിങ്ങൾ ചെറിയ രീതിയിലുള്ള വീട്ടിനകത്തുള്ള ക്ലീനിങ് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം നോൺ വെജ് കഴിക്കുക എന്നുള്ളതാണ്. അതായത് വിളക്ക് തെളിയിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് തെളിയിച്ചു അപ്പോൾ തന്നെ ഓടിച്ചെന്ന് എന്തെങ്കിലും ഫുഡ് എടുത്ത് വയ്ക്കുക, അല്ലെ നോൺ ഒഴിച്ച് കഴിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ചിലരാട്ടെ അടുപ്പിൽ നോൺ വെജ് ഇട്ട് ഇങ്ങനെ കറി തിളപ്പിച്ചുകൊണ്ടിരിക്കും, ഓടി വന്ന് നിലവിളക്ക് തെളിയിക്കും, എന്നിട്ട് ഓടി ചെന്ന് വീണ്ടും അതിനകത്ത് പാചകം ചെയ്യും. ഈ ഒരു സമ്പ്രദായം ഒരിക്കലും പാടില്ല. വീട്ടിൽ സത്വഗുണം പ്രസരിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ അടുപ്പിലും നോൺ വെജ് വേവാൻ പാടില്ല. മാത്രമല്ല നമ്മൾ വിളക്ക് തെളിയിച്ച ഉടനെ തന്നെ പോയി നോൺ വെജ് കഴിക്കുകയും ചെയ്യും. മിനിമം 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾ നോൺ വെജൊക്കെ കഴിക്കുന്നതാണ് ഗുണകരം. മൂന്നാമത്തെ കാര്യം തുളസിയില നുള്ളുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും സന്ധ്യാസമയത്തിന് ശേഷം തുളസിയില നുള്ളിക്കൂടാ എന്ന് ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം. എന്നാൽ ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് ഇതിന് ശേഷവും തുളസിയില നുള്ളും. അതായത് വിളക്ക് തെളിയിച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചോ, നമ്മുടെ കിണ്ടിയിൽ വെക്കുക ഇച്ചിരി തുളസിയില നുള്ളിക്കൊണ്ടുവന്നാൽ എന്താ, മുറ്റത്തിപ്പുണ്ടല്ലോ, ഓടിച്ചെന്ന് കുറച്ച് പറിച്ചു കൊണ്ടുവന്നിടും. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. സന്ധ്യാസമയം അതായത് നിലവിളക്ക് തെളിയിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തുളസിയില നുള്ളരുത്. സന്ധ്യ ആയിക്കഴിഞ്ഞാലും നുള്ളരുത് എന്നാണ് വിധി. നാലാമത്തെ കാര്യം പണം കടം കൊടുക്കുക എന്നുള്ളതാണ്. സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും പണം കടമായിട്ട് ചോദിച്ചു വന്നാൽ ആ ദിവസം കൊടുക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും അവർക്ക് അതിന് മുമ്പ് ചോദിക്കാമല്ലോ, അതിന് മുമ്പ് കൊടുക്കുക. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, കൊടുക്കാതിരിക്കാം. പക്ഷേ ഒരു കാരണവശാലും നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം കടം കൊടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. കാര്യം നമ്മുടെ വീട്ടിലെ ധനലക്ഷ്മിയുടെ പ്രഭാവം കുറഞ്ഞു പോകുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം മുളക് കരിക്കുക എന്നുള്ളതാണ്. ഈ മുളക് കരിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പാചകത്തിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലിട്ട് മുളക് കരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു പാചകത്തിന് അടുപ്പിൽ നേരിട്ട് തന്നെ മുളക് കരിച്ചെടുത്ത് ഉള്ളിയൊക്കെ ചേർത്ത് ചില കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ സന്ധ്യാസമയത്തിന് ശേഷം മുളക് കരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. മുളക് കരിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഉഴിഞ്ഞു മാറ്റി സന്ധ്യാസമയത്ത് ദൃഷ്ടിദോഷത്തെ ഉഴിഞ്ഞു മാറ്റിയിട്ട് ചിരട്ടയിൽ ഉപ്പ്, കടുക്, മുളക് വെച്ച് ഉഴിഞ്ഞു മാറ്റിയിട്ട് അതിനെ പുറത്തുകൊണ്ടേ കരിച്ചുകളെ. അതിനു വേണ്ടി മാത്രമേ മുളകിനെ സന്ധ്യാസമയത്ത് ഈ നിലവിളക്ക്
തെളിയിച്ചു കഴിഞ്ഞാൽ ആകാവൂ എന്നാണ് പറയുന്നത്. അതിനുശേഷം മുളക് കരിക്കാൻ പൊതുവിൽ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ പാചകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം നിലവിളക്ക് തെളിയിച്ചിട്ട് പിന്നീടായിരിക്കും പാചകം ചെയ്യണമെന്നുള്ളവർക്ക് വിളക്ക് കെടുത്തിക്കഴിഞ്ഞതിന് ശേഷം ആകാം. അത് 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചു വെച്ചു, അത് ശേഷം അത് കെടുത്തി വെച്ചതിന് ശേഷം മറ്റു പാചകങ്ങൾക്ക് വേണ്ടി മുളക് കരിക്കാം. അത് പ്രധാനമായിട്ടും മുളക് കടുക് താളിക്കുക എന്നുള്ള കാര്യമല്ല, അത് കരിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തീയിലിട്ട് നേരിട്ട് കരിക്കുക എന്നുള്ളത്. താളിക്കുക എന്നുള്ളതിൽ പെടുന്നില്ല, എങ്കിലും ചിലർ കരിക്കുന്ന തരത്തിലിട്ട് താളിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതിനെയും കൂടെ ഉൾപ്പെടുത്തിയത്. 6ാമത്തെ കാര്യം, അമംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. അതായത് വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കും, പുറത്തു വന്നിട്ട് കുശുമ്പും മുന്നായ്മയും മറ്റുള്ളവരെ ദൂഷിപ്പും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന പല ആൾക്കാരെയും നമുക്ക് ചുറ്റുപാടുകളിൽ കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിനുള്ളിൽ തന്നെയാണ്. എന്തായാലും വിളക്ക് തെളിയിച്ചിട്ട് വന്നിട്ട് അവിടെ ഉള്ളവർ അമംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് ഉത്തമം. കാര്യം ഭഗവതിയുടെ വിലാസം കൂടുതലായിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് അങ്ങനെ പറയാതിരിക്കുക. ഇത് ഇവർ പറയണമെന്ന് മാത്രമില്ല, ചിലപ്പം വീട്ടിൽ സീരിയൽ വെച്ച് കഴിഞ്ഞാൽ ആ സീരിയലിൽ കേൾക്കുന്ന വാക്കുകളെല്ലാം അമംഗളകരമായിരിക്കും. വീട്ടിനകത്ത് വളരെ മോശപ്പെട്ട എനർജി വരുത്തുന്ന തരത്തിലുള്ള നെഗറ്റീവ് വേർഡ്സ് ആയിരിക്കാം ആ സീരിയലിലൂടെയും മറ്റും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ അത്രയും TV പോലെയുള്ള കാര്യങ്ങൾ ഓഫാക്കി വെക്കുന്നതാണ് കൂടുതൽ ഗുണകരം. 7ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കിടക്കാതിരിക്കുക എന്നുള്ളതാണ്. സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ച ഉടനെ പോയി കിടക്കുക. അല്ലെങ്കിൽ നിലവിളക്ക് അവിടെ വീട്ടിൽ തെളിയിക്കുമ്പോൾ ഒരാൾ മുറിക്കുള്ളിൽ കയറി കിടന്ന് ഉറങ്ങുക. ഇതൊക്കെ ഏറ്റവും അമംഗളകരമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും സന്ധ്യാദീപം തെളിയിച്ച ഉടനെ പോയി കിടക്കരുത്. ഇനി ഉറങ്ങുന്ന ശീലമുള്ളവർക്ക്, നേരത്തെ ഉറങ്ങുന്ന ശീലമുള്ളവർക്ക് ആകാം. നിലവിളക്ക് തെളിയിച്ച് ഒരു അരമണിക്കൂർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നിലവിളക്ക് കെടുത്തി വെച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കോളും, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പലപ്പോഴും ചില വീടുകളിൽ ഇപ്പോഴത്തെ കുട്ടികളാണ്, അവർ ഏതെങ്കിലും ട്യൂഷനോ മറ്റോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവർ കയറി കിടന്നുറങ്ങും. അപ്പോൾ എന്നിട്ട് അവർ ഉണരുന്നത് 9 മണിക്കും 10 മണിക്കാണ്. പിന്നെ അവരുടെ പഠനമൊക്കെ നടക്കുന്നത് 2 മണിക്കും 3 മണിക്കും വെളുപ്പാങ്കാലം വരെയാണ്. ഈ അമ്മമാർ ഇത് ശ്രദ്ധിക്കില്ല. അവർ ഒരു കുട്ടിയൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുന്നു, ഇവർ വന്ന് വിളക്ക് തെളിയിക്കുന്നു എന്നുള്ളൊരു സമ്പ്രദായം അത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. വീട്ടിൽ അമംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരാനും ഈ കുട്ടികളുടെ ഭാവി നന്നായിട്ട് വരണ്ടേ, അതിനും ഏറ്റവും മികച്ചത് ഈ സമയത്ത് എല്ലാവരും ഒന്ന് ഉണർന്നിരിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുന്ന 7 കാര്യങ്ങളെയാണ് ഞാനിവിടെ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്, പക്ഷേ വീട്ടിലെ ഈശ്വരീയമായ ഊർജ്ജത്തെ കേന്ദ്രീകരിക്കാൻ, അത് എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ഇത്തരം സ്റ്റെപ്പുകൾ എടുക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ പിന്നൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.